ഓക്കെ, ഇന്ന് വന്ന് ശൈവ സിദ്ധാന്തം. ശൈവ സിദ്ധാന്തത്തിൽ ദശകാര്യം, ശൈവ സിദ്ധാന്തം എന്നുള്ളത് തമിഴ്നാട്ടിലുണ്ട്. അതാണ് ഇന്ത്യയിൽ നമ്പർ 1. ഇത് പല ഫാറിൻ യാത്രികൾ, അതായത് ക്രിസ്ത്യൻസ്, ഡോക്ടർ ജി പോപ്പ്, ഇനിയും പല ഹീറാസ് പാതിരിയാർ, ഇങ്ങനെ പല പ്രീസ്റ്റുകൾ വന്ന് ശൈവ സിദ്ധാന്തം പഠിച്ച് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വന്ന് ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഫുള്ളാ ശിവൻ്റെ വർഷിപ്പ് ഇരിക്കുന്നു. പക്ഷേ ഈ ശൈവ ഫിലോസഫി വളർന്നത് തമിഴ്നാട്ടിലെ ശൈവ സിദ്ധാന്തം നമ്പർ 1. അടുത്ത് നമ്പർ 2 പ്ലേസിൽ വരുന്നത് കർണാടകയുടെ വീരശൈവം. നമ്പർ 3 പ്ലേസിൽ വരുന്നത് കാശ്മീരുടെ അദ്വൈത ശൈവം. ഓക്കെ, അപ്പോൾ ഇതിൽ വന്ന് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കേരളത്തിൽ വന്ന് 108 ശിവക്ഷേത്രങ്ങൾ ഒന്ന് പരശുരാമർ പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രങ്ങളുണ്ട്. വലിയ വലിയ ക്ഷേത്രങ്ങൾ ഇരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വന്ന് തൃശ്ശൂർ ശിവക്ഷേത്രം പോയിട്ടുണ്ടോ? തൃശ്ശൂർ വടക്കുന്നാഥർ ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയ പല കാര്യങ്ങളുണ്ട്. അതായത് പ്ലാനറ്റ്സ് കാണാനുള്ള ഒരു ഇത് നമ്മുടെ ഇന്ത്യയിൽ വന്ന് രാജസ്ഥാനിലും ഡൽഹിയിലുമുണ്ട്. ഡൽഹിയിൽ അത് വെച്ചാൽ അവിടെ ഈ ഇന്ന ഡയറക്ഷനിൽ നോക്കിയാൽ ഇന്ന പ്ലാനറ്റ് കാണാം. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് അത് ഒന്ന് തൃശ്ശൂർ ക്ഷേത്രത്തിലും ഇരിക്കുകയാണ്. മനസ്സിലായ? അപ്പോൾ അതിൻ്റെ ഒരു ടൂറിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വന്ന് ഒരു അസ്ട്രോളജിക്കൽ ഇതിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു സാധനയാണത്. അതിന് വന്ന് ജന്തർ മന്തർ എന്നുവെച്ചാൽ അതിൽ വന്ന് പല ഒരു റൗണ്ടായിട്ട് ഒരു പടിയിൽ നിന്നാൽ ഒന്ന കാണാം. ഒരു സ്ഥലത്ത് നിന്നാൽ വീനസ്, ഒരു സ്ഥലത്ത് നിന്നാൽ ശനിയെ കാണാം. ടെലസ്കോപ്പ് വെച്ച് നോക്കണം, കാണാം. അപ്പോൾ ഇതേ സംവിധാനം അവിടെ തൃശ്ശൂർ ക്ഷേത്രത്തിൽ ചെയ്യാൻ ഒരുപാട് വിഷയങ്ങൾ അതിലിരിക്കുകയാണ്. ഇതേമാതിരി വലിയ ക്ഷേത്രങ്ങൾ വന്ന് നിങ്ങൾക്ക് ഉണ്ട്. കാലിക്കറ്റിലും ഉണ്ട് ശിവക്ഷേത്രം, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പല സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. പക്ഷേ ശൈവ സിദ്ധാന്തം ഇല്ല. എന്താണ് ശൈവ സിദ്ധാന്തം ഇല്ല? കാരണം വെച്ചാൽ മലയാളത്തിൽ തമിഴ്നാടായിരുന്നതാണ്, പിന്നെ അത് കേരളമാവുന്നു. അതിൽ മലയാളം ഉണ്ടായ ശേഷം എഴുത്തച്ഛൻ മെയിനായിട്ടുള്ള ഫാദർ ഓഫ് മലയാളം ലിറ്ററേച്ചർ. അങ്ങേര് വന്ന് രാമായണം ഇതേമാതിരിയുള്ളത് തന്നെ ട്രാൻസ്ലേറ്റ് ആയി. ശൈവ സിദ്ധാന്തം വന്നിട്ടില്ല. ഇപ്പോൾ ശൈവ സിദ്ധാന്ത ഫിലോസഫി എന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, തിരുമന്ത്രം ഫസ്റ്റ് ഓൾഡസ്റ്റ് ഗ്രാമർ ബുക്ക്. അതിൻ്റെ ശേഷം 63 നായന്മാർ എന്ന് പറയുന്ന ശിവനുடைய ഡിവോട്ടീസ്. അത് 63 പേര് 2 പേര് കേരളക്കാരാണ്. 2 പേര് കേരളക്കാരിൽ ഒരാൾ സിദ്ധറാണ്, ചേരമാൻ പെരുമാൾ, സിദ്ധ കിങ്. ഇങ്ങനെ തമിഴിൽ 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സ്റ്റെപ്പ് എടുത്തില്ല. ഞാൻ കുറച്ചൊക്കെ വന്ന് ഇംഗ്ലീഷിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ ആൻഡ് ഫുള്ള് ചെയ്യാൻ ഇതുവരെ ആരും ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. ഓക്കെ, അത് ചെയ്യണം. ചെയ്താലേ ശൈവിസം ഇത് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൽ ശൈവ സിദ്ധാന്തത്തിൽ മെയിനായിട്ടുള്ള തത്വങ്ങളിൽ നടരാജൊരു തത്വം ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ ഒന്ന് ദശകാര്യം 10 സ്റ്റേജസ്, 10 സ്റ്റേജ്. നിങ്ങളെ ഒരു ആത്മാവ് വന്ന് 36 തത്വങ്ങളിൽ 60 താത്വികങ്ങൾ, അങ്ങനെ 96 തത്വങ്ങളിൽ അത് വന്ന് ചിക്കി കിടക്കുകയാണ്. ആ ചിക്കലുള്ള കുറച്ചായി എടുത്തിട്ട് കംപ്ലീറ്റ് മാറ്റിയാലേ മുക്തി. അപ്പോൾ ജീവ എന്നുള്ള സ്റ്റേജിൽ നിന്നുള്ള ശിവം എന്നുള്ള സ്റ്റേജിൽ മാറണമെങ്കിൽ ജീവനും ശിവനും ഇടയിൽ തടങ്ങളായിട്ട് നിൽക്കുന്ന തത്വങ്ങളെ വന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ തത്വങ്ങളെ റിമൂവ് ചെയ്യുക ആ ആത്മാവിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഒരു ഹയ്യർ കോൺഷ്യസ്നെസ് കിട്ടും. എന്തോന്ന് ഹയ്യർ കോൺഷ്യസ്നെസ്. അപ്പോൾ നമ്മൾ ശിവയോഗം പഠിക്കുന്നുണ്ട്. ശിവയോഗത്തിൽ നിങ്ങൾക്ക് വന്ന് മറ്റ് യോഗക്കാരിലും കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷനുണ്ട്. അപ്പോൾ എന്തോന്നാണ് ഈ കോൺഷ്യസ്നെസ്? അപ്പോൾ ശിവയോഗം ചെയ്യുമ്പോൾ ഇപ്പം കുണ്ടലിനി മൂലാധാരത്ത് അവിടെ ഇരുന്നാൽ പോരെ, അത് എന്തിനാണ് അതിന് മുകളിൽ കയറ്റണം?
അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് രാമറെ ചോദിക്കുന്നത്. രാമർ വസിഷ്ഠടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അത് എങ്ങനെ മൂലാധാരത്തിൽ ഒരു ലെവൽ കോൺഷ്യസ്നെസ്, അടുത്ത സ്വാധിഷ്ഠാനത്തിൽ പോയാൽ അടുത്ത ഹയ്യർ കോൺഷ്യസ്നെസ്, മണിപൂരത്തിൽ പോയാൽ അതിനേക്കാട്ടിലും ഹയ്യർ കോൺഷ്യസ്നെസ്, അനാഗത്തിൽ പോയാൽ അതിന് ഹയ്യർ കോൺഷ്യസ്നെസ്. ഇങ്ങനെ നമുക്ക് വന്ന് നമ്മൾ നിരാധാരം വരെ 9 പ്ലസ് പരമാണു ചെയ്യുമ്പോൾ 10 ഇത് നമ്മൾ ശിവയോഗത്തിൽ ചെയ്യുന്നുണ്ടല്ലോ, 10 ഇത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ വരുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ്നെസ് അത് ഏറ്റവും മാറണമെന്ന് വെച്ചാൽ നിങ്ങൾ ശിവയോഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ മൂലാധാരത്തിൽ നിന്ന് നിങ്ങൾ വിശുദ്ധി വരെ ക്രാസ് ചെയ്താൽ ആത്മതത്വം 24 ആത്മതത്വത്തെ ക്രാസ് ചെയ്യും. അടുത്തത് വിശുദ്ധിയിൽ നിന്ന് ആജ്ഞായിക കുണ്ടലിനെ ക്രാസ് ചെയ്താൽ വിദ്യാതത്വങ്ങൾ ഇയാളെ വന്ന് ക്രാസ് ചെയ്യും. അത് ആജ്ഞയിൽ നിന്ന് സഹസ്രാരത്തിൽ അതിൻ്റെ മുകളിൽ പോകുമ്പോൾ ശിവതത്വം 5 ക്രാസ് ചെയ്യുമ്പോഴാണ് ശിവമായിട്ട് മാറുന്നത്. അപ്പോൾ അത് തത്വങ്ങളിലെ മൂന്ന് വിധമായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വന്ന് ഇപ്പോൾ ദശകാര്യം എന്ന് പറയുന്നതിൽ 10 സ്റ്റേജസ് ഇങ്ങനെ അത് ഉയർന്ന് അത് ശിവത്തോട് ലയിക്കുന്നെന്നുള്ളത് പറയുന്നതാണ് ദശകാര്യം എന്നുള്ള ഒരു മാറ്റർ. അപ്പോൾ ഈ ദശകാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശൈവസിദ്ധാന്ത ശാസ്ത്രം ഉണ്മൈ വിളക്കം എന്നൊരു പുസ്തകത്തിൽ ഇതുണ്ട്. അതുപോലെ പല പുസ്തകങ്ങളുമുണ്ട്. പശുപതി പാസ വിളക്കം എന്നൊരു ബുക്കുണ്ട്, അതിലുമുണ്ട്. അതുപോലെ ഇങ്ങനെ ഇന്നും 2-3 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മൂലാധാരത്ത് ഇരിക്കുന്ന ആത്മാവ് കുണ്ടലിനെ ഉണരാതെ ഉള്ള സ്റ്റേജിൽ അത് ഓർഡിനറി മനുഷ്യനായിരിക്കും. അത് അങ്ങനെ ഉണർന്നു വരുമ്പോൾ പല അനുഭവങ്ങൾ വരും. അതിനെയാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് നിങ്ങൾ യോഗം ചെയ്ത് മൂലാധാരമൊക്കെ ആക്ടിവേഷൻ ആയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് തത്വ രൂപം എന്നുള്ള